ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഓണമൊക്കെ ഇട്ട് ഡ്രസ്സുകളൊക്കെ ഇട്ടോ ഇട്ട് നമ്മൾ അമ്പലത്തിൽ ഞങ്ങളൊക്കെ പോയിട്ട് റിട്ടേന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വന്നാണ് നിങ്ങൾ ക്ലിപ്സ് ഞങ്ങളൊക്കെ ഒന്ന് കേട്ടോ. ജോമോ ജോമോ ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലും കാണാനൊക്കെ പോയിട്ട് വന്നു കേട്ടോ. വന്ന് ഗൈസ് ചന്ദനക്കുരി കാണാനൊന്നും ഇട്ട ഗൈസ് മാഞ്ഞു പോയി വേർത്തതുകൊണ്ട് മാഞ്ഞു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ കാണാനൊക്കെ പോയിട്ട് വന്ന് റിട്ടേൺ ഇപ്പോൾ വീട്ടിലെത്തിയാലോ കേട്ടോ. അപ്പോൾ നിങ്ങൾ അമ്പലത്തിലെ കുറച്ച് വിശ്വാസം കാണാൻ കണ്ടു കാണുമല്ലോ. അമ്പലത്തിൽ കാണാനൊക്കെ പോയിട്ട് റിട്ടേൺ വീട്ടിലെത്തി കേട്ടോ. പിന്നെ നമുക്ക് ഫുഡും കാണാനൊക്കെ വാങ്ങിക്കണം ഗൈസ്. നമ്മൾ പുറത്തുനിന്ന് ഓർഡറാണ് കേട്ടോ. ഫുഡും കാണാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോട്ടോ നമ്മൾ ഇന്ന്. അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിലല്ല കേട്ടോ ഗൈസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും. നമ്മുടെ ഒരു പുതിയ വീട് ആക്ച്വലി പണിതിട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ വീട് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകണം. അപ്പോൾ ടൈമിങ് കാണുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ കാറ്ററിംഗുകാർക്ക് ഓർഡറാണ് ഗൈസ് കൊടുത്തത്. കഴിഞ്ഞ ഓണം വരെയൊക്കെ ഞങ്ങൾ ഇല്ലേ നമ്മൾ തന്നെ ഗൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഓണം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാന്ന് ഗൈസ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡിന് ഞങ്ങളെ വാങ്ങിച്ചാൽ അമ്മയടുത്ത് വേണ്ടില്ല കേട്ടോ. കാരണം ഈ ഫുഡിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് ഒരു മണിയാകുമ്പോൾ വരാനാ ഗൈസ് പറഞ്ഞത്. ഇപ്പോൾ സമയം 1:15 ഗൈസ്. 1:15 ഇപ്പോൾ നമ്മൾ ഫുഡും ഞങ്ങളൊക്കെ കിട്ടിയില്ലെന്ന് അമ്മയടുത്ത് പറഞ്ഞേക്കാം കേട്ടോ. അപ്പം അമ്മ റിയാക്ഷൻ നോക്കാം ഗൈസ്. നോക്കാം നോക്കി ഫുഡ് ഫുഡൊക്കെ ഇട്ടാണ്ടിരിക്കോ എന്തായാലും വാങ്ങിച്ചിട്ട് വരുള്ളൂ ഓണത്തിന് കഴിച്ച് നോക്കുമ്പോ. ഇവിടെ കുക്കർ ഞങ്ങൾ വെക്കാൻ പോകണട്ടോ ഗൈസ്. ഇത് സാമ്പാർ ഞങ്ങൾ വെക്കാൻ തുടങ്ങാൻ നിൽക്കായിരുന്നു. പറ്റിച്ചതല്ലേ 5 ഒക്കെ ഒരുമിച്ച് കിട്ടിയാൽ നമുക്ക്. നമുക്ക് ഇത് ഒറ്റ ബോക്സ് ആയിട്ടാണ് വന്നത്. പക്ഷെ നമുക്കിത് 5 ഇൻഡിവിജ്വലായിട്ടാണ് കിട്ടിയത് ഗൈസ്. എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും കൊള്ളാം, നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഉണ്ടോ ഒരു കേട് വന്നിട്ടുണ്ട്. പാലട, ചോറ്, പഴം, അവിയൽ, ഇഞ്ചിക്കറി. കൊള്ളാം ഗൈസ്. ആദ്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് കൊള്ളാം. സാമ്പാർ, പരിപ്പ് പായസം. ഓക്കെ ശർക്കര വരട്ടി, ഇലയും കാണലൊക്കെ ഉണ്ട്. നമ്മൾ ചോറും കാണലൊക്കെ വീതിയും കാണലൊക്കെ വെച്ചോട്ടോ. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിക്കണേട്ടോ. ചോറ് എല്ലാം റെഡിയാക്കി വീതിയൊക്കെ വെച്ചോട്ടോ. അതാണ് നമ്മുടെ പുതിയ വീടാണ്ടത് കണ്ടോ. ഇതാണ് പുതിയ വീട്. നമ്മൾ ഇവിടെ നിന്നുണ്ടോ കഴിക്കണം. നമ്മൾ താഴത്തിരുന്ന് കഴിക്കണം. ഫർണിച്ചേഴ്സും കാണാനൊന്നുമില്ല. നമ്മൾ ആക്ച്വലി റെൻറ്റിനോട് കാട്ടാണ് വീടാണ്ടത്. അപ്പോൾ നമുക്ക് ഫർണിച്ചേഴ്സും കാണാനൊന്നുമില്ല. അപ്പം നമ്മൾ നിലത്തിൽ നിന്നിട്ട് കഴിക്കാൻ പോകണമെന്ന് സദ്യയും കാണാനൊക്കെ കൈ കഴുകുന്നു. ഇലയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാൻ പോകണം കേട്ടോ. ഇല ഒരു ശോഷിച്ചില്ല അല്ലേ മേ. ഇല ഒരു സുഖമില്ലാത്തില്ല. കൊള്ളാം. വാട്ടിയ ഇലയല്ല, വാടിയ ഇലയാണുള്ളത്. കീറിപ്പോണ്ടിരിക്കുകയാണോ വാട്ടണം അല്ലേ. ഇലയും കാര്യങ്ങളൊക്കെ ഇട്ടോ കണ്ടോ. ഇത്രയും കറികളൊക്കെ ഇട്ട് ഫുഡ് ഇത് ഒരാൾക്കുള്ളതാണ് കേട്ടോ. ഇതേ നമുക്ക് ഒരാൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ കണ്ടോ. ഇതൊറ്റൊരാൾക്കുള്ള മീൽസും കാര്യങ്ങളൊക്കെ ഏകദേശം 400 രൂപ അല്ലേ പറഞ്ഞത്തിന്. ഒരെണ്ണം 400 രൂപ ഉണ്ട് ഏകദേശം. ഈ ഒറ്റൊരു ആൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ 5 മേടിച്ചു കേട്ടോ. അതുകൊണ്ടോ ഫുള്ള് കറികൾ, എല്ലാ കറികളും ഉണ്ട് കേട്ടോ. അതുകൊണ്ടോ ഫുള്ള് കറിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. ഫുഡും കാണാനൊക്കെ അത്യാവശ്യം നല്ല ഫുഡും കാണാൻ തന്നെയാണ് കഴിച്ച്. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കാറ്ററിങ്ങിന് കാണാനൊക്കെ ഓർഡർ കാണാനൊക്കെ കൊടുത്തു കേട്ടോ. കാരണം അമ്മക്കാണെങ്കിൽ ടൈമും കാര്യം ഉണ്ടായിരുന്നില്ല കഴിച്ച്. അപ്പം നമുക്ക് ഫുഡും കാണാനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് നമ്മൾ സാധാരണ നോൺ വെജ് ഉണ്ടാക്കണമല്ലോ. ഈ സദ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു 7 to 9 ടൈപ്സ് ഓഫ് കറിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് റിസ്ക് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ഫുഡും കാണാനൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാണ്ട് ചെയ്തത്. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. നമുക്ക് ഡയറക്റ്റ്ലി കൊണ്ടുവന്ന് തരില്ല കഴിച്ച്. നമ്മൾ പോയി മേടിക്കണം. അപ്പോൾ നമ്മൾ അവിടെ പോയി മേടിച്ചിട്ടു. മേടിച്ച് ആ ഫുഡും കാണാൻ കഴിച്ച് നല്ല ഫുഡും കാണാൻ നൈസ്. ഇച്ചിരി റേറ്റ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഒരു ഇലക്ക് 400 രൂപ കേസ് നമുക്ക് പെർ ഹെഡ് ചാർജ് ചെയ്യണം അവർ.
നമ്മൾ ആക്ച്വലി 5 പേരുകൊണ്ട് 5 വാങ്ങിച്ചോട്ടോ. അപ്പോൾ 5 ഫുഡും ഞങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഉറക്കമാനുണ്ട് ഇതായിട്ട്, പക്ഷെ ഒന്ന് ഉറങ്ങാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കേസ് പിന്നെ ഞാൻ കേസ് നിങ്ങളുടെ വരാൻ പറഞ്ഞാൽ നമ്മൊരു ചെറിയൊരു കുഞ്ഞൊരു ഗീവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഉടനെ പുറകിൽ യൂട്യൂബിൽ ഞാനൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. എന്തായാലും നമ്മുടെ ചാനലിലെ ഇതുവക ഒരു ചെറിയൊരു ഗീവ് ആണ് ഗൈസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വെച്ചോട്ടോ. അപ്പോൾ എന്തായാലും ആ ഗീവയുടെ വീഡിയോസും ഞങ്ങളൊക്കെ ഉടനെ തന്നെ എന്തായാലും ഞാൻ സെറ്റാക്കുന്നതാണ് കേട്ടോ ഗൈസ്. കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് എന്തായാലും ഗീവയുടെ വീഡിയോസും ഞങ്ങളൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഗൈസ്. എന്താ എല്ലാവരും അടിച്ച് പൊളിച്ച് സെറ്റായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതുവരെ അടുത്തൊരു വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ. ഞാൻ പറഞ്ഞാൽ ഗീവടാനും മറന്നു വരുന്നത്, കാരണം എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. എന്തായാലും വരുന്നതാണ്. എന്തായാലും സബ്സ്ക്രൈബ് ഞങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. മാക്സിമം വീഡിയോസ് ഞങ്ങളൊക്കെ ഷെയർ ചെയ്യണം. കാരണം വേറെ ഗൈസ് നമ്മുടെ വീഡിയോസും ഞങ്ങളൊക്കെ അത്യാവശ്യം വ്യൂസും ഞങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് വീഡിയോസും ഞങ്ങളൊക്കെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ.